മെയ്ദിനെ ആ ചെറിയ വണ്ടിപ്രാന്തന്മാർക്ക് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. വാഹനങ്ങളിൽ വരുത്താവുന്ന മോഡിഫിക്കേഷനുകളുടെ പട്ടിക തയ്യാറാക്കി മോട്ടോർ വാഹന വകുപ്പ്. അനുമതിയില്ലാതെ ചെയ്യാവുന്ന 18 മോഡിഫിക്കേഷൻ പട്ടികയിലുണ്ട്. നിങ്ങൾ പറഞ്ഞൊക്കെ സത്യമായിരുന്നല്ലേ? നിങ്ങൾ ആള് കൊള്ളാട്ടോ. നീ സൂപ്പറാടെ ചെയ്യൂട്ടാ. പക്ഷെ അതെപ്പോഴും ഇങ്ങനെ പറയണ എന്തിനാ? ഞാൻ പറയും നമുക്കങ്ങ് സുഖിക്കണം. ഓ ചേട്ടന്മാരെ, ഇനിയാണ് എന്റെ ഷോ. ആദ്യം തന്നെ വണ്ടി മൊത്തത്തിൽ ഒന്ന് ലോവർ ചെയ്യണം. പിന്നെ എക്സോസ്റ്റിനകത്ത് പുട്ട് തള്ളിയിടുന്ന പോലെ തീയും പുകയും വരുത്തിച്ചിട്ട് ഇനി ആരും സൂത്രം കാണിച്ചാ വാഹന രൂപമാറ്റത്തിൽ മുഖ്യമന്ത്രി ജൻസിക്ക് നൽകിയ ഉറപ്പ് പാളുന്നു. എന്തൊക്കെ മേളായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. അനുമതിയില്ലാതെ വരുത്താവുന്ന 18 മാറ്റങ്ങൾ മാത്രം ഉൾപ്പെടുത്തി ഗതാഗത കമ്മീഷണർ തയ്യാറാക്കിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറും. വാഹനങ്ങളിൽ സ്റ്റിക്കർ ഒട്ടിക്കാം. പൊതുമധ്യത്തിൽ പ്രദർശിപ്പിക്കാനാവുന്ന മാന്യമായ സ്റ്റിക്കറുകളായാൽ മതി. വളരെ കുറഞ്ഞു പോയല്ലോ ചേട്ടാ. വാഹനത്തിനുള്ളിൽ അലങ്കാര ലൈറ്റുകൾ സ്ഥാപിക്കാം. റിവേഴ്സ് ക്യാമറ, GPS ട്രാക്കർ, കൂടുതൽ സ്പീക്കറുകൾ, റൂഫ് കാരിയറുകൾ എന്നിവ സ്ഥാപിക്കാനും പ്രശ്നമില്ല. നീ ഒരുമാതിരി മനുഷ്യനെ വടിയാക്കരുത്. വിഷം വായിക്കാൻ പോലും ഇവിടെ കാശ് തരുന്നില്ല. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. പട്ടികയിലുള്ളതല്ലാത്ത മറ്റ് മോഡിഫിക്കേഷനുകളെല്ലാം നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് MVDയുടെ കണ്ടെത്തൽ. ഏജൻസികളെ ലക്ഷ്യമിട്ടുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് വാഹനത്തിൽ ആവശ്യാനുസരണം മോഡിഫിക്കേഷൻ നടത്താം എന്നാ പറഞ്ഞു. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ഫ്ലാഷ് ബാക്ക്. നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നടക്കുമല്ലോ. വെറും വാഗ്ദാനം കിട്ടുകയില്ല. അതുകൂടെ മനസ്സിലായില്ലേ? വരൂ. പട്ടികയിലുള്ള 90% മോഡിഫിക്കേഷനുകളും നിലവിലുള്ളത് തന്നെയാണ്. മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ? വണ്ടിപ്രാന്തന്മാരെ മൊത്തത്തിൽ നമ്മുടെ പൂക്കി. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ.